everybody. എന്നിട്ട് എനിക്ക് പനിയായിരുന്നു, എനിക്ക് സാഡ്, എനിക്ക് ഇന്ന് സ്കൂളിൽ പോകാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഫൈനലി എൻ്റെ ലാസ്റ്റ് എക്സാം തീർന്നല്ലോ. സോഷ്യൽ സ്റ്റഡീസ് അതിനി അമ്മ പറയട്ടെ. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു പോർക്കിൻ്റെ റെസിപ്പിയാണ്. കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ എടുത്തു വെച്ചിരുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇത് നല്ല കിടിലൻ ടേസ്റ്റുള്ള ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ പോർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇതിൻ്റെ മസാലക്കൂട്ടുകളൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഇപ്പോൾ പോർക്കിന് 2 റെസിപ്പിയുണ്ട്. ഒന്ന് ഞാൻ ഇപ്പോൾ ഇടുന്നു, ഇനി മറ്റത് ഞാൻ ഉടനെ ഇടുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഒരുപാട് പേര് ചോദിച്ചു ഈ ക്രിസ്മസിൻ്റെ എന്തൊക്കെ റെസിപ്പികളാണ് ചേച്ചി ഇടുന്നത്, എന്താ ഇടാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ക്രിസ്മസിൻ്റെ റെസിപ്പികൾ കുറച്ച് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഇട്ട റെസിപ്പികൾ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൻ്റെ അകത്ത് ക്രിസ്മസ് റെസിപ്പീസ് എന്ന് പറഞ്ഞ ഒരു ആൽബം കാണും. അതിൻ്റെ അകത്ത് ആ പ്ലേലിസ്റ്റിൻ്റെ അകത്തുണ്ട് ക്രിസ്മസിന് ഞാനിട്ട റെസിപ്പികൾ. ഏകദേശം ഒരു 80 റെസിപ്പികൾ വീഡിയോ ഉണ്ട് അതിനകത്ത് കേട്ടോ. പിന്നെ അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പാടാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ, അതുപോലെ തന്നെ ഈ ആഴ്ചകളിൽ ഇടുന്ന എല്ലാ വീഡിയോയുടെ താഴെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ എൻഡ് സ്ക്രീനിലോ ഒക്കെ ഞാനത് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പികൾ അതിൽ സെർച്ച് ചെയ്ത് കണ്ടെത്തുക, പിന്നെ അത് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും നല്ല സൂപ്പർ ടേസ്റ്റിൽ നിങ്ങൾക്കത് ഉണ്ടാക്കാൻ സാധിക്കും. മസാലയൊന്നും ഒരു കുത്തലും വരാതെ, ടേസ്റ്റിൽ ഒട്ടും കുറവ് വരാതെ പെർഫെക്റ്റായിട്ട് നിങ്ങൾക്കത് കിട്ടും. ക്രിസ്മസിന് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഗസ്റ്റിനൊക്കെ കൊടുക്കുമല്ലോ, അപ്പം അവരൊക്കെ നിങ്ങളെ ഒന്ന് അടിപൊളി ഫുഡാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആൽബം നോക്കിയിട്ട്, അതുപോലെ ഞാൻ ഈ റീസെൻ്റായിട്ട് ഇടുന്ന റെസിപ്പികൾ നോക്കിയിട്ട് തയ്യാറാക്കി നോക്കണം. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡ് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ പോർക്ക് റോസ്റ്റിൻ്റെ മസാലകളും അതുപോലെ എരിവും എല്ലാം പെർഫെക്റ്റാണ്. അതുപോലെ നിങ്ങൾക്ക് 2 കിലോയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് മസാലയൊക്കെ കൂട്ടി ചേർത്താൽ മതി. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴൊക്കെ എങ്ങനെയാണ് ഈ കിടിലൻ ടേസ്റ്റിലുള്ള പോർക്ക് റോസ്റ്റ് തയ്യാറാക്കിയത് നമുക്ക് നോക്കാം. പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് 1 കിലോ പോർക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി ഒരു കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ചേർക്കണം. അത് ഏകദേശം 1.5 ടേബിൾ സ്പൂണ്.
2 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഇനി 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുവാണ്. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഇത് നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 3 വിസിലടിപ്പിക്കണം. വെള്ളം ഒട്ടും ചേർക്കണ്ട കേട്ടോ. പോർക്ക് വെന്തു, ഞാനത് മാറ്റി വെച്ചു. ഒരു മൺചട്ടിയാണ് നമ്മളിനി റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത്. ഇത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. വെളിച്ചെണ്ണ ചെയ്യുവാണെങ്കിൽ ഒരു ടേസ്റ്റാണ്. പിന്നെ നിങ്ങളുടെ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എണ്ണ യൂസ് ചെയ്താൽ മതി കേട്ടോ. എണ്ണ ചൂടായി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടുവാണ്. വെള്ളം കൊടുക്കും. ഓക്കെ, മതി, അത് മതി. കടുക് പൊട്ടി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇടാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞതും, 15 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 പച്ചമുളക് കീറിയത്, ഇത്രയും ചേർക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണേ. ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മതി. ഇനിയുണ്ടല്ലോ, അപ്പോൾ ഇതൊന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണേ. ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നതിന് വരെ. ഇത് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് മസാല ഇടാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം പൊടിച്ചത്, വലിയ ജീരകം. ഈ പച്ചവണം മാറുന്നിടം വരെ ചെറിയ തീയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണേ. പെരുംജീരകത്തിനൊക്കെ നല്ല മണം. മസാല നല്ലതുപോലെ മൂത്തു. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇടാമേ. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ തീയിൽ ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിക്കണം. ഞാൻ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ലേ. ഓക്കെ, ഇനി നമുക്കിത് അടപ്പ് മാറ്റാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഒന്ന് ഞെരടി ചേർക്കണം. കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിലിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. ഈ മണം എല്ലാം ഇതിലേക്ക് കിട്ടാനാണ്. ഇനി നമുക്ക് അടപ്പ് മാറ്റാം. നമ്മുടെ പോർക്ക് റോസ്റ്റ് റെഡിയാണ്. ഞാനൊരു കഷ്ണം ഒന്ന് കഴിക്കട്ടെ. ചൂടാണ്. ഒരു കഷ്ണം കൂടെ കഴിക്കണോ? സൂപ്പർ 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 സൂപ്പർ. ഇപ്പോൾ നമ്മുടെ പോർക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇതിൻ്റെ എരിവ് മാത്രം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചേർത്താൽ മതി.